സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. അപ്പൊ നമ്മള് നാളെ മുതല് അല്ലെ, നമ്മളിപ്പം ശബരിമലയില് നട തുറന്നു. നാളെ മുതല് വൃശ്ചികം തുടങ്ങി. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് ശബരിമലയെ കുറിച്ച് പിന്നെയും പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഈ സച്ചിദാനന്ദ സ്വരൂപത്തിന്റെ ആ തത്വം എന്നുള്ളത് ഏറ്റവും അതിന്റെ പ്രത്യക്ഷ ഭാവത്തിൽ കാണാൻ പറ്റുന്ന വളരെ ചുരുക്കം, അതായത് അതിന്റെ തത്വത്തിലേക്ക് നയിക്കുന്ന വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല. എന്നുവെച്ചാൽ അതിന് ശരിക്കും അതിന് വേറൊരു തരത്തില് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും കൃത്യമായിട്ട് ഒരു തരത്തിലുള്ള വേറെ മിസ്ഇന്റർപ്രിട്ടേഷൻ ഇട കൊടുക്കാത്ത വിധത്തില് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ ആ ഒരു കോൺസെപ്റ്റിനെ അവര് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ശബരിമല എന്നുള്ള ആ തീർത്ഥാടനത്തിനെ, ആ വ്രതത്തിനെ, അതുപോലെ തന്നെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം. അപ്പൊ നമ്മള് ശബരിമലയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല അതില്. കാര്യം നമ്മൾ തീർച്ചയായിട്ടും കണ്ടതാണ്, റിഫ്രഷ് ചെയ്യാന്നുള്ളതാണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം PPT-യിൽ ഇട്ടുണ്ടായിരുന്നത് മാക്രോ കോസ്മിക് ലെവല്, മൈക്രോ കോസ്മിക് ലെവൽ എന്നുള്ളതാണ്. ഇതിന്റെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും? എന്താണ് മാക്രോ കോസ്മിക് ലെവൽ, എന്താണ് മൈക്രോ കോസ്മിക് ലെവൽ എന്ന് നമ്മൾ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻഫറൻസ് പറയാൻ പറ്റുമോ? വ്യഷ്ടി സമഷ്ടി. അതെ, അപ്പൊ അതാ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചത് കൊണ്ട് കൂടുതൽ നന്നായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മള് സ്ഥൂല വികാസം, സൂക്ഷ്മ വികാസം എന്ന് ഇവിടെ പറയുന്ന സമയത്ത് ഈശ്വരൻ പരബ്രഹ്മ സ്വരൂപം, ആ നമ്മള് സച്ചിദാനന്ദ സ്വരൂപം, ആ ഓം എന്നുള്ളത് പ്രതിദാനം ചെയ്യുന്നത് നമ്മള് എല്ലാവരുടെയും കണ്ട പോലെ തന്നെ ഓം എന്നുള്ളതിന്റെ അർത്ഥവും നമ്മൾ പറഞ്ഞു. ആ ഉമ സൈലൻസ്, ആ സൈലൻസ് അല്ല. അപ്പൊ ആ സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ് ഓം, അല്ലെങ്കിൽ ആ പരബ്രഹ്മ സ്വരൂപം. അതിൽ നിന്ന് അടുത്തതായി എന്ത് ജ്ഞാനം അജ്ഞാനം എന്ന് പറയുന്ന സമയത്ത് നമ്മള് ഇത് വേറൊരു വ്യൂ എന്ന് കാണുകയാണ് കേട്ടോ. എന്ന് വെച്ചാല് നമ്മൾ തത്വബോധത്തിൽ കണ്ട അതേ കാര്യം തന്നെയാണ് സ്ഥൂല വികാസം, സൂക്ഷ്മ വികാസം, സൂക്ഷ്മ പ്രപഞ്ചം, സ്ഥൂല പ്രപഞ്ചം, അതന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ജ്ഞാനം അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാങ്കേയോഗത്തിലും മറ്റുള്ള അതുമാതിരി ഭാഗവത്തിലും മറ്റുള്ള എല്ലാ ടെക്സ്റ്റുകളിലും പല രീതിക്ക്, അതായത് എങ്ങനെ പറഞ്ഞാലാണ് നമുക്കിത് മനസ്സിലാവുക അറിയില്ലല്ലോ. ഇപ്പൊ കാര്യം മനസ്സിലാവണമെങ്കിൽ പല രീതിക്ക്, അതുകൊണ്ടാണ് ഇത്രയും ടെക്സ്റ്റും ഇത്രയും 30 ദൈവങ്ങൾ ഉള്ളത്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതിക്കാണോ നമുക്ക് പറഞ്ഞാൽ എളുപ്പമുള്ളത്, ഏത് രീതിക്കാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ആ രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ്. അതിനുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മുടെ സനാതനധർമ്മം നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കണോ, നിങ്ങൾക്ക് എന്താണോ എളുപ്പം അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്ന് ആദ്യമായിട്ട് ജ്ഞാനം, അതായത് ദ്വൈതം എന്ന് വെച്ചാല് മനസ്സിലാക്കുക. നമ്മള് ആ സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നമ്മൾ എനർജി എന്ന് പറയുന്നുണ്ടെങ്കിലും വേറെ ദർ ഇസ് നോ ബെറ്റർ ടേം ഉള്ളത് കൊണ്ട് പറയുന്നു എന്നുള്ളൂ. ആ ചൈതന്യം, അല്ലെങ്കിൽ എനർജി ഈസ് നോട്ട് ചൈതന്യം, ആ ചൈതന്യം എന്ന് പറയാം. ചൈതന്യത്തെ ഇറ്റ്സ് ഒംനിപോട്ടന്റ്, ഒംനിപ്രസന്റ് അല്ലെ, ഒരു തരത്തിലും അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത, ആ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ സൃഷ്ടി അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വരുന്ന സമയത്ത്, സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കരുത്, മാനിഫെസ്റ്റേഷൻ ഇതും പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ. മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പടിയായിട്ട് ജ്ഞാനം, ഞാൻ അതാണ് എന്നുള്ള ജ്ഞാനം വന്നു ഉൽപ്പത്തിയിൽ, ഇല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനിൽ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് അജ്ഞാനം ഉണ്ടായി. അജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദ്വൈതം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാല് സച്ചിദാനന്ദ സ്വരൂപം, ജ്ഞാനം, ദ്വൈതമാണ് അജ്ഞാനം. അതായത് ഞാൻ, ബ്രഹ്മം, ജഗത് എന്നുള്ള രണ്ട് കോൺസെപ്റ്റ്, ഇല്ലെങ്കിൽ എന്നിൽ നിന്നും വേറെ ഒന്നുണ്ട് എന്നുള്ള ഒരു മാനിഫെസ്റ്റേഷൻ, അതാണ് അജ്ഞാനം എന്നുള്ളതുകൊണ്ട് അവിടെ പറയുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ കണ്ട അതേ കോൺസെപ്റ്റ് തന്നെ. ഇത് നിങ്ങള് ഈ രണ്ടും നമ്മൾ നേരത്തെ തത്വബോധത്തിന്റെ ലെവലിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. പല ഭാഗവത്തിലും മറ്റുള്ള പലതിലും ഒരു പടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് നടന്നത് എന്നുള്ളതിന്റെ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളതാണ്. അപ്പൊ അത് ഉപനിഷത്തിന്റെ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ ഇത് കാണും, നമ്മൾ അജ്ഞാനവും ജ്ഞാനവും കാണും. നമ്മൾ തത്വബോധമൊക്കെ പ്രിലിമിനറി ടെക്സ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കണ്ടിട്ടില്ല. നമ്മള് സ്ഥൂല വികാസം, സൂക്ഷ്മ വികാസം, ഇത് രണ്ടും നമ്മൾ കണ്ടു. എന്നുവെച്ചാൽ സ്ഥൂലത്തില് ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക, നമ്മള് തത്വബോധത്തിൽ എന്താ കണ്ടത് എന്നുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞ പഞ്ചീകരണത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ?
പഞ്ചീകരണമാണ് ഇത് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പഞ്ചഭൂതം എങ്ങനെയാണ് വന്നത് എന്നുള്ളത് പഞ്ചീകരണത്തിൽ നമ്മൾ ഓരോന്നിന്റെയും എലിമെന്റ്സ് എടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നതിന്റെ സാത്വികാംശവും ഇന്നതിന്റെ രാജസികാംശവും കൂടെ ചേർന്നപ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സൂക്ഷ്മ വികാസം ഇത് എങ്ങനെയാണ് അതിൽ നിന്ന് ശരീരമുണ്ടായത്, എങ്ങനെയാണ് അതിൽ നിന്ന് അന്നമുണ്ടായത്, ഇത് തത്വബോധത്തിലേക്ക് പോണോ അതോ ഇതിൽ വല്ല ഡൗട്ടും ഉണ്ടോ? ഇല്ല. അപ്പൊ തത്വബോധത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഏകസ്മാത് ആത്മനി ആകാശ സംഭൂത, ആകാശാത് വേദമന്ത്രമാണ്, ആകാശാത് വായു വായോരഗ്നി അഗ്നിരാപഃ അഭ്യപൃഥ്വി പൃഥിവ്യോ ഔഷധീഭ്യഃ ഔഷധീഭ്യോ അന്നം അന്നാത് പുരുഷഃ. അപ്പൊ ഇതെല്ലാം പറയുന്നത് വെച്ചാൽ സ്ഥൂല പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് ആ സച്ചിദാനന്ദ സ്വരൂപം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് സ്ഥൂല വികാസം. നമ്മള് സൂക്ഷ്മ വികാസം, ഇതാണ് ശബരിമലയുടെ തത്വം എന്ന് വെച്ചാൽ സൂക്ഷ്മ വികാസത്തിൽ ഊന്നിയതാണ് ശബരിമലയുടെ തത്വം. കാരണം നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്, നമ്മൾ ആ സാക്ഷാത്കാരം അറിയാൻ ശ്രമിക്കുന്നത്. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ഥൂല വികാസം എന്നുള്ളത് ഒരു അറിവ് മാത്രമാണ്. കാരണം നമുക്കതിൽ ഒരു ആക്റ്റീവ് റോൾ ഇല്ല അല്ലെ. എന്നുവെച്ചാല് നമ്മള് ആ സ്ഥൂല വികാസത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ, നമ്മുടെ ശരീരവും ആ സ്ഥൂല വികാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ സൂക്ഷ്മ വികാസം ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ ഹരി ഞാൻ JP എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താണോ അറിയുന്നത്, ഈ ശരീരത്തിൽ എന്താ അറിയുന്നത്, ആ ചൈതന്യത്തിനെ ഉള്ളിലേക്ക് പോയി നമ്മൾ അഹങ്കാരത്തിനും പുറകിലേക്ക് പോയി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പഞ്ചകോശം അഹങ്കാരം എല്ലാം ഇപ്പൊ ഓർക്കാൻ ശ്രമിക്കുക. നമ്മൾ പറയുന്നത് ആ അഹങ്കാരത്തിന്റെ ആ പഞ്ചകോശത്തിന്റെ ആ ഒരു വ്യൂവും അതുപോലെ ജാഗ്രത് സ്വപ്ന സുഷുപ്തിയിൽ നമ്മൾ കണ്ട ആ ഒരു വ്യൂവിനെ ഗുണങ്ങളുടെ തലത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ദിസ് ഇസ് അനദർ വ്യൂ പോയിന്റ് എന്ന് വെച്ചാല് ഗുണങ്ങളുടെ തലത്തിൽ നിന്ന്. കാരണം നമുക്ക് എല്ലാം ഉള്ളത് എന്താണ്, പ്രാക്ടിക്കലായിട്ട് ഏറ്റവും നമുക്കുള്ളതാണ്. നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് അല്ലേ, പല വികാരങ്ങളുണ്ട്. ദേഷ്യം വരും, സങ്കടം വരും, സന്തോഷം വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു തീർത്ഥാടനം എന്നുള്ള നിലയ്ക്ക്, ഇതൊക്കെയാണ് ശബരിമലയുടെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത് കേട്ടോ. തീർത്ഥാടനം എന്നുള്ള നിലയ്ക്ക് നമ്മള് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വികാരങ്ങളുടെ നമ്മുടെ ഗുണങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനെ നോക്കിയിട്ട് ഈശ്വരനിലേക്ക് എത്താൻ എന്താണ് വഴി എന്നുള്ളത് അന്വേഷിക്കുന്നതാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ മഹത്വം. അപ്പൊ ഇതില് ആദ്യം 18 പടികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ 18 പടികളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ വ്രതം തുടങ്ങുന്നത്, അതായത് 41 ദിവസത്തെ നമ്മൾ വ്രതം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ ആദ്യം നമ്മൾ അവിടെ നോക്കുന്നത് ഈ സാധനാ ചതുഷ്ടയ സമ്പന്നം, ആ സാധനാ ചതുഷ്ടയില്ല, അത് തന്നെയാണ് ഇവിടെ നോക്കുന്നത്. എന്താണ് ശമാദമ ഉപരമ തിദിക്ഷ, തന്നെയാണ് പറയുന്നത്. എന്താണ് അഹിംസ അല്ലേ, നമ്മൾ ഒന്നിനെയും ദ്വേഷിക്കാൻ പാടില്ല, കാണുന്നതിനെ എല്ലാം സ്വാമിയായിട്ട് കാണണം. അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കണം, നമ്മുടെ സെൻസസിനെ നിയന്ത്രിക്കണം. എന്ന് വെച്ചാൽ നമ്മള് എന്താ പറയാ, മദ്യപിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ നമ്മള് മത്സ്യമാംസാദികൾ ഭക്ഷിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പലതും നമ്മൾ അവിടെ വെക്കുന്ന സമയത്ത് അവിടെ എന്താണ് ഈ ശമാദമ ഉപരമ തിദിക്ഷ ശ്രദ്ധ സമാധാനം ഇതൊക്കെ തന്നെയാണ്. ഈ ദിവസവും രാവിലെയും വൈകുന്നേരവും ശരണം വിളിക്കണം, ഇല്ലെങ്കിൽ എന്താ പറയാ അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധ. അതുപോലെ തന്നെ വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്, ദേഷ്യപ്പെടാൻ പാടില്ല. ഇത് സാധനാ ചതുഷ്ടയം, ഈ 4 അതുപോലെ തന്നെ മാല ധരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും സ്വാമിയായി കാണണം. ആ സ്വാമിയുടെ അടുത്ത് എത്താനുള്ള വഴിയാണ് 41 ദിവസത്തെ തീർത്ഥാടനം എന്ന് പറയുന്ന സമയത്ത് പ്രാക്ടിക്കലി ആ സാധന ചതുഷ്ടയം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുകയാണ് അവിടെ. അതാണ് ഈ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സാധന ചതുഷ്ടയം റെഫർ ചെയ്താൽ മതി. സാധന ചതുഷ്ടയം എന്താണോ അതാണ് ശബരിമല വ്രതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഗുണങ്ങള് എല്ലാം ഈ സമയത്ത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വ്രതം നേരാവണ്ണമാണ്, ശരിയായ രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിലല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ശരി പല കാര്യങ്ങൾ കൊണ്ട് നമുക്കെന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതായത് 41 ദിവസത്തിന്റെ വ്രതം പറ്റിയെന്ന് വരില്ല. 10 ദിവസം 10 ദിവസം, ഇല്ലെങ്കിൽ 30 ദിവസം 30 ദിവസം, എത്ര ദിവസമാണോ നിങ്ങൾ എടുക്കുന്നത് ആ എടുക്കുന്ന ദിവസങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഈ സാധന ചതുഷ്ടയത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ
ആ വ്രതമാണ് സഫലമാകുന്നത്. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് രാവിലെ പോയി പമ്പയിൽ പോയി അവിടുന്ന് മാലയിട്ട് മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഈശ്വരനെ കാണാൻ നമ്മൾ പോയിട്ട് ഈ 41 ദിവസത്തെ വ്രതം എടുത്ത് ഇതൊക്കെ അറിഞ്ഞു വരുന്നവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ പോകണമെന്നല്ലാണ്ട് അതുകൊണ്ട് യാതൊരുവിധ ഗുണം ഉണ്ടാവുന്നില്ല. കാരണം ഗുണം എവിടെ ഉണ്ടാവുന്നുണ്ട്? നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ മല കയറണു എന്ന് പറയുന്നതിന്റെ ഇത്രയും കാട്ടിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആ അമ്പലം വെക്കേണ്ട കാര്യം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാക്ടിക്കലായിട്ട് അത് നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഈ വാസനകളെ നമ്മൾ ഇന്നേ വരെ തലേ ദിവസം വരെ നമ്മൾ എന്തെങ്കിലും മത്സ്യമാംസാദികളിൽ പലരും പറയാറില്ലേ, അതായത് നമുക്ക് എന്ന് വെച്ചാൽ അതില്ലാണ്ട് നമുക്ക് ഉണ്ണാൻ പ്രയാസമാണ്, ഇല്ലെങ്കിൽ മത്സ്യമില്ലാതെ ഉണ്ണാൻ പറ്റില്ല, ഇല്ലെങ്കിൽ മറ്റേ മാംസം വേണം, ഇല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തെങ്കിലുമൊക്കെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ അതിനെ ഒക്കെ നമ്മൾ കീഴ്പ്പെട്ട് നമ്മുടെ സെൻസസിന് കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് അതിനെയൊന്നും കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ പോകുന്നതിൽ അർത്ഥമില്ല. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള യാത്രയാണ്. ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് വനത്തിന്റെ ഉള്ളിൽ, വനം എന്ന് പറഞ്ഞാൽ എന്താണ്, പണ്ടത്തെ കാലത്ത് എല്ലാ ദുഷ്ടമൃഗങ്ങളും ഉണ്ട് അവിടെ അല്ലേ, ആ ദുഷ്ടമൃഗങ്ങളുടെയും ഇടയില് അതുപോലെ തന്നെ ഇത്രയും ഉയരത്തിൽ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ജസ്റ്റ് ഗെറ്റ് ദെയർ. അതുകൊണ്ട് തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ശ്രമഫലമായിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇന്റേണലി ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പണിയുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഓരോരോ പടികളായിട്ട് നമുക്ക് കയറേണ്ടതുണ്ട്. എന്താണ്? പഞ്ചേന്ദ്രിയങ്ങള്, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതിലൂടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ കണ്ടതാണ്. എന്താണ് ഇതിനെയൊക്കെ എങ്ങനെ വേണം, എങ്ങനെ നമ്മൾ നിയന്ത്രിക്കണം? 5 കുതിരകളും 5 സ്ഥലത്തേക്ക് പോകരുത്. ആരുടെ കയ്യിൽ കൺട്രോൾ വേണം? സാരഥിയുടെ കയ്യിൽ കൺട്രോൾ വേണം അല്ലെ? അപ്പോ ആ ബുദ്ധിയായിരിക്കുന്ന സാരഥി അല്ലെങ്കിൽ ആ ഈശ്വരനായിരിക്കുന്ന സാരഥി, ഇവിടെ ഇൻ ദിസ് കേസ് ആരാണ്? കൃഷ്ണനല്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെയാണ് സാരഥി. പക്ഷെ അയ്യപ്പനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ആ പഞ്ചേന്ദ്രിയങ്ങളെ അവിടെ അങ്ങോട്ട് അർപ്പിച്ച് വ്രതമെടുക്കുക. നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതിലൂടെ നമ്മൾ എന്തൊക്കെ ഭക്ഷിക്കുന്നുവോ എന്ന് വെച്ചാൽ ഭക്ഷണം മാത്രമല്ല, വായിൽ കൂടെ വരുന്ന ഭക്ഷണമല്ല, കാണുന്നത്, കേൾക്കുന്നത്, പറയുന്നത് എല്ലാം, അതിനെ ആരെ കൺട്രോൾ ചെയ്യേണ്ടത്? ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള അയ്യപ്പൻ. അതാണ് ആ ധർമ്മശാസ്താവ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ 5 പടി പഞ്ചേന്ദ്രിയങ്ങളായി വെച്ചിരിക്കുന്നത്. പിന്നെയും അടുത്ത അഷ്ടരാഗങ്ങളുണ്ട്. അഷ്ടരാഗങ്ങൾ എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, തത്വം അല്ലെങ്കിൽ സ്വാർത്ഥം, അഹങ്കാരം. ഇതൊക്കെ ദിസ് ഈസ് അഗെയിൻ അനദർ വ്യൂ ഓഫ് നമ്മൾ കണ്ട ആ സൂക്ഷ്മ ശരീരത്തിന്റെ വ്യൂ തന്നെയാണത്. പഞ്ചപ്രാണൻ, അഹങ്കാരം, അന്ധകരണം, ഇതൊക്കെ നമ്മൾ കണ്ടു. ഇതിനെ ഗുണങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാവുന്ന ഗുണങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് ഇവിടെ ഈ അഷ്ടരാഗങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, സ്വാർത്ഥത, അഹങ്കാരം, ഇതെല്ലാം നമുക്കുണ്ട് അല്ലേ? ഇതൊക്കെ ആർക്ക്? ഒരു 41 ദിവസമെങ്കിലും നമ്മൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ എല്ലാം പുറമേക്ക് തുറന്നിരിക്കുന്നതാണ്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈശ്വരനെ അറിയാൻ ഇതൊക്കെ വിഘ്നമാണ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ട വികാരങ്ങളെല്ലാം തന്നെ നമ്മൾ പുറമേയുള്ള എന്തെങ്കിലുമൊക്കെ ഫാക്ടേഴ്സും കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. എന്നിൽ അത് എന്ത് സൃഷ്ടിക്കുന്നു? കുറെ കൂടെ വേദാന്തിക് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എന്നിൽ അത് ദ്വൈതഭാവം സൃഷ്ടിക്കും. ഈ എല്ലാ വികാരങ്ങളും, കാമമായാലും ക്രോധമായാലും ലോഭമായാലും മോഹമായാലും എല്ലാം ആ ഒരു ഡുവാലിറ്റി സൃഷ്ടിക്കും. ഇവിടെ അയ്യപ്പനും ഞാനുമായിട്ട് എന്താ വേണ്ടത്? നോൺ ഡുവൽ കോൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. അതിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. ആ അദ്വൈതത്തിലേക്കാണ് നമ്മുടെ പോക്ക്. ആ ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്ന് വെച്ചാൽ ഈശ്വരനെ അറിയാൻ, അതും വേദങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈശ്വരനെ നമ്മളിവിടെ അറിയാൻ ഇല്ലെങ്കിൽ സാക്ഷാത്കരിക്കാൻ വേറെ എവിടെ ഇരിക്കുന്നതല്ല. വേദങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും, ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഈശ്വരനിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കണ്ണിന്റെ പുറത്ത്, ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തില് ദർ ഇസ് ഒരു മായ, ഇല്ലെങ്കിൽ ഒരു പാട, ഒരു വീൽ ഈസ് ദർ. അതെന്ന് വെച്ചാൽ അതിനെ മാറ്റാൻ, കാരണം നമ്മൾ ഇപ്പൊ തന്നെ ഈശ്വരനാണ്, സച്ചിദാനന്ദം. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാനോ നിങ്ങൾക്കത് കേൾക്കാനോ ഉള്ള ശക്തി ഉണ്ടാവില്ല. ആ പ്രാണൻ, നമ്മിലൊക്കെ ഇരിക്കുന്ന പ്രാണൻ, ആ ജീവചൈതന്യം ഈശ്വരനാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ്. അതിനെ അറിയാൻ, അതിന് മോളിൽ മൂടിയിരിക്കുന്ന പാടയായിരിക്കുന്ന പല ഈ പറയുന്ന കാമം, ക്രോധം, ലോഭം, മോഹം ഒക്കെ ഈ പാടയങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ
അതിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പൊ അതാണ് അഷ്ടരാഗങ്ങൾ. ഈ പടികളെല്ലാം കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന എന്താണ്? 3 ഗുണങ്ങൾ. അതും നമ്മൾ കണ്ടിട്ടുണ്ട്, സാത്വികൻ, രാജസം, താമസം. ഈ 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ. താമസം എന്താണ്? താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലതാർജിക് ആയിട്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത്, അതൊക്കെ താമസിക് ഗുണങ്ങളാണ്. രാജസം വെട്ടിപ്പിടിക്കുക എന്നുള്ളത്. സാത്വികം എന്ന് പറയുന്നത് ഈ നോളജ് ഷെയറിങ്, അതൊക്കെ എല്ലാ ഡുവാലിറ്റിയുടെയും അപ്പുറത്ത് പോകണം. അപ്പൊ ഈ ത്രിഗുണങ്ങൾക്കും അപ്പുറം. അപ്പൊ എത്ര പടിയായി മൊത്തം? 17 അപ്പോ ഇനി അടുത്ത പടി ഇവിടേക്ക് പോവാ. എന്താണ്? അജ്ഞാനം, ജ്ഞാനം, അല്ല? അജ്ഞാനവും ജ്ഞാനവും കൂടെ കയറി കഴിഞ്ഞാൽ, അതായത് ഇതെല്ലാം കയറി കഴിയുമ്പോൾ ഉണ്ടാവുന്ന എന്താണ്? അപ്പോഴും ഡുവാലിറ്റി ഉണ്ട് അവിടെ. ഡുവാലിറ്റി എന്ന് പറയുന്ന ആ പടി ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വേറെ, ഈശ്വരൻ വേറെ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അവിടെ. ആ ഈശ്വരൻ വേറെ, ഞാൻ വേറെ എന്നുള്ളത്, അതായത് അയ്യപ്പൻ വേറെ, ഞാൻ വേറെ എന്നുള്ളത് അപ്പോഴും ഉണ്ട്. അതും കഴിഞ്ഞിട്ട് ജ്ഞാനത്തിലേക്ക്, അതായത് ഞങ്ങൾ ഒന്നാണ് എന്നുള്ളതും കഴിഞ്ഞ് 18 പടിയും താണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സച്ചിദാനന്ദ സ്വരൂപം എന്താണെന്ന് നമ്മൾ അറിയുന്നുവോ അതാണ് ആ ചൈതന്യം, സത് ചിത് ആനന്ദം. ആ ആത്മസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ, ആത്മസ്വരൂപനായ അയ്യപ്പൻ, അല്ലെങ്കിൽ ആ സച്ചിദാനന്ദ സ്വരൂപം. ഇതിനെയാണ് നമ്മൾ അറിയേണ്ടത്. ഇതാണ് ശബരിമലയുടെ തീർത്ഥാടനത്തിന്റെ പിന്നിലുള്ള തത്വം. ഈ 18 പടിയും, പലരും പറയും 18 പടി എന്ന് പറഞ്ഞാൽ 18 മലകളാണ്. പല സിഗ്നിഫിക്കൻസും ഉണ്ട്. അതായത് പുരാണം, ഉപപുരാണം, 18 ഉപപുരാണം, 18 ചാപ്റ്റേഴ്സ്. ഈ 18 എന്നുള്ളതിന്റെ സിഗ്നിഫൈ ചെയ്യുന്ന 18 ഈസ് എ വെരി ഓസ്പീഷ്യസ് നമ്പർ ആസ് പെർ സനാതന ധർമ്മ. ഈ 18 എന്നുള്ളത് കാരണം എന്താണ്? ഈ ഒരു വ്യൂ ആണ് 18-ലുള്ളത്. ഈ 18ഉം കടന്നു കഴിഞ്ഞാൽ നമ്മള് ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റും. നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോഴും ഇല്ല നമ്മൾ വ്രതം എടുക്കുമ്പോഴും ഒരിക്കലും നമുക്ക് മറന്നുകൂടാൻ പാടില്ലാത്ത ഒരു തത്വമാണത്. എന്തിനാണ് നമ്മൾ ശബരിമലയിൽ പോകുന്നത് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഈ ഒരു തത്വത്തെ പ്രത്യക്ഷത്തിൽ നമ്മൾ സാക്ഷാത്കരിക്കാവുന്നതാണ് ശബരിമലയുടെ തത്വം. നമ്മൾക്കിപ്പോ ശബരിമലയ്ക്ക് പോകാൻ പറ്റിക്കൊള്ളുന്നില്ല. മണ്ഡലകാലത്ത് നമുക്ക് ഈ ഒരു ഭാവത്തോടുകൂടി നമുക്ക് വ്രതം എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഈ ഒരു ഭാവത്തോട് കൂടിയിട്ട് നമുക്കൊരു 10 ദിവസം 10 ദിവസം നമുക്ക് എന്ന് വെച്ചാൽ അതിനെ അറിയാൻ ശ്രമിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ വേദാന്തം ഇൻ പ്രാക്ടിക്കൽ ലൈഫ് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സാക്ഷാത്കരിക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല, ആരെങ്കിലും ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷെ പറയാ എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും മണ്ഡലകാലത്ത് അങ്ങനെ ഒരു വ്രതം എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ, ഈ തത്വത്തോടു കൂടിയിട്ട് ഇതിനെ മനസ്സിലാക്കിയിട്ട് വ്രതമെടുക്കുക. ഇതിനെ മനസ്സിലാക്കി വ്രതം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയാണ്, അങ്ങനെയുള്ള പലതും. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി അല്ല, ബ്രഹ്മണിചരിതം ശീലം യസ്യസ ബ്രഹ്മചാരി. ബ്രഹ്മമാണ് അയ്യപ്പൻ എന്ന് വെച്ചാൽ. ബ്രഹ്മചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഡുവാലിറ്റി വന്നു. ബ്രഹ്മം വേറെ, അതിൽ ചരിക്കുന്ന ആള് വേറെ എന്നുള്ള രീതിക്ക്. ബ്രഹ്മചാരി എന്ന് പറയുന്നതല്ല, ദാറ്റ് സുപ്രീം പവർ, ആ സച്ചിദാനന്ദ സ്വരൂപമാണ് ബ്രഹ്മം. ഇത് തന്നെയാണ് ഇത് ആ റിച്വൽസിന്റെ ഒക്കെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്ന അത് തന്നെയാണ്. അതായത് നമ്മൾ 41 ദിവസം നമ്മൾ ഇതെല്ലാം വിട്ട് മാറ്റി, അതായത് ഈ പറയുന്ന കാമം ക്രോധം എല്ലാം മാറ്റി ത്രിഗുണങ്ങളും എല്ലാം തരണം ചെയ്ത് നമ്മൾ ആ ഫലം ഇല്ലെങ്കിൽ ആ ഒരു സങ്കല്പം നമ്മുടെ പ്രാണനാകുന്ന ഇതെല്ലാം കറ കളഞ്ഞിട്ടുള്ള ആ പ്രാണനാകുന്നത് നമ്മൾ നെയ്ത്തേങ്ങയിൽ നെയ്യായിട്ട് നിറച്ച് അത് കൊണ്ടുപോയിട്ട് അയ്യപ്പനെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കമിങ് വൺ എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു സിഗ്നിഫിക്കൻസ്. നെയ്ത്തേങ്ങയിൽ നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഇത്രയും വളരെ ഭംഗിയായിട്ട് 41 ദിവസത്തെ വ്രതവും അതുപോലെ തന്നെ ആ നെയ്യും അതിന്റെ റിച്വൽസും എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും ഒരു എന്താ പറയുക ആരാധനാ സമ്പ്രദായം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ വേദാന്ത ഇൻ പ്രാക്ടിക്കൽ സെൻസ് ഇവിടെ ശബരിമലയിൽ കാണാൻ പറ്റും. അതാണ് ശബരിമലയുടെ സിഗ്നിഫിക്കൻസ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിന്മുദ്ര.
അഗെയിൻ നമ്മൾക്ക് എവിടെയും ഡൗട്ടിന്, ഒരു തരത്തിലുള്ള ഡൗട്ടിനും ഇവിടെ ഇടവരുന്നില്ല. ഇനിയിപ്പോ അതൊക്കെ തന്നെയാണോ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അയ്യപ്പന്റെ ആ സ്വരൂപം നോക്കിയാൽ മതി. ചിന്മുദ്ര. ചിന്മുദ്ര എന്താണ് നമ്മൾ പറഞ്ഞു? ഇതെന്താണ്? 3 ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇല്ലെങ്കിൽ ത്രിഗുണങ്ങള്. അതിനപ്പുറം കിടക്കുന്നത് എന്താണ്? ഞാൻ എന്ന ആ അഹങ്കാരം അല്ലെങ്കിൽ ജീവചൈതന്യം, സച്ചിദാനന്ദ സ്വരൂപം. ഇതിന്റെ ഒന്നാവല്. ഈ ഒരൊറ്റ ചിന്മുദ്ര വെച്ചിട്ടാണ് ദക്ഷിണാമൂർത്തി ഒന്നും പറയേണ്ട. നമ്മൾ ഒരു ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തി തന്റെ ശിഷ്യന്മാർക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിന് മുഴുവൻ ഈ ഒരു ജ്ഞാനം പകർന്നു തന്നത് ഒരക്ഷരം അദ്ദേഹം പറയുന്നില്ല. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ഗുരുപരമ്പര ആരംഭിക്കുമ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള പരമശിവൻ ഇത് എന്തെങ്കിലും പറഞ്ഞിട്ടല്ല. കാരണം അത് പറഞ്ഞിട്ട് ഫലിപ്പിക്കാൻ പറ്റുന്നൊന്നല്ല. വാക്കിന് അതിൻ്റെതായിട്ടുള്ള പരിമിതിയുണ്ട്. അപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വേദാന്തം എന്ന് പറയുന്നത് വാക്കുകളിലൂടെ പറയാൻ അങ്ങേയറ്റം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. വാക്കിലൂടെ അല്ല നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഈ ചിന്മുദ്രയിലൂടെ അദ്ദേഹം സനത് കുമാരന്മാർക്ക് അതുപോലെ തന്നെ ഋഷി പരമ്പരയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ആ അതേ ചിന്മുദ്രയാണ് ഇവിടെ അയ്യപ്പസ്വാമിയുടെ കയ്യിലുള്ളത്. ഗുരുവിന്റെ ഭാവത്തിലാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഗുരുവിന്റെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എല്ലാം ഒന്ന് എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ജീവാത്മാവ്, ഈ 18 പടിയും താണ്ടിയ ജീവാത്മാവും സച്ചിദാനന്ദ സ്വരൂപവും ഒന്ന് എന്നുള്ളതാണ്. അതാണ് ആ ചിന്മുദ്ര. അതുപോലെ തന്നെ യോഗപട്ടാസനം. യോഗപട്ടാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പതഞ്ജലി യോഗസൂത്രം അല്ലേ? പതഞ്ജലി യോഗസൂത്രത്തിൽ കുണ്ടലിനിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. കുണ്ടലിനിയുടെ സഹസ്രാര പത്മം വരെയുള്ള ലെവലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല, കാരണം അത് കുറച്ച് കൺഫ്യൂസിങ് ആവും. പക്ഷേ ആ യോഗപട്ടാസനത്തിൽ ഇരിക്കുമ്പം ബാക്ക് നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട്, അതിന്റെ ആ ഒരു ലെവലിൽ പോലും ഇതേ സച്ചിദാനന്ദ സ്വരൂപത്തിന് നിങ്ങൾക്ക് ഈ ഒരു ഭാവത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും മാറ്റാം. ആ യോഗപട്ടാസനം നോക്കൂ. യോഗപട്ടാസനത്തിലൂടെ, ആ കുണ്ടലിനിയിലൂടെ പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി, രാജയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിയാനുള്ള വഴിയാണ് യോഗപട്ടാസനത്തിലൂടെ അദ്ദേഹം അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടവരാത്ത വിധത്തിൽ സച്ചിദാനന്ദ സ്വരൂപത്തെ നിങ്ങൾ അറിയൂ എന്നുള്ളതാണ് ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ ആ രൂപവും ആ വ്രതവും മാലധാരണവും അതുപോലെ 18-ാം പടി കയറലും എല്ലാം കൊണ്ട് സിഗ്നിഫൈ ചെയ്യുന്നത്. അതിൽ ഒരു തരത്തിലുള്ള ഡൗട്ടിനുള്ള ഒരു സാധ്യതയില്ല അവിടെ. അതുപോലെ തന്നെ അതെന്തുകൊണ്ടാണ് പറയുന്നത്? മറ്റുള്ള റെഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ദക്ഷിണാമൂർത്തിയെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ യോഗ നരസിംഹർ, ഇവരെല്ലാവരും അതേ ഒരു കോൺസെപ്റ്റിലാണ് പറയുന്നത്. സോ നമുക്ക് ഒരിക്കലും ശബരിമലയെ കുറിച്ച് എന്താണ് അവിടുത്തെ തീർത്ഥാടനം എന്നുള്ളത് ഒരു തരത്തിലുള്ള ഡൗട്ടും ഉണ്ടാവരുത്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വേദാന്തം പഠിച്ചിട്ടുള്ള ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് ഇത് എന്നുള്ള പ്രാക്ടിക്കൽ സെൻസിൽ അറിയണം. അല്ലാതെ നമ്മൾ വെച്ചാൽ ശബരിമല ഞാൻ പോയിട്ട് രാവിലെ പോയി അവിടെ പോയി ഞാൻ ജസ്റ്റ് അവിടെ അയ്യപ്പനെ കണ്ടു. നമുക്ക് പലർക്കും അതാണ് എന്ന് വെച്ചാൽ നമ്മള് പോലീസുകാരുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൈമുടക്ക് കൊടുത്തിട്ട് അവിടെ അയ്യപ്പനെ കാണാൻ പോവുക. ഇല്ലെങ്കിൽ ഞാൻ 2 പ്രാവശ്യത്തിന് 3 പ്രാവശ്യം പോയി എന്ന് വെച്ചാൽ ചിലർ വന്നിട്ട് സാമർത്ഥ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ പലരും എന്താ പറയുക അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ലേ? എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നിട്ട് എനിക്ക് പ്രത്യേകം പോയി. നിങ്ങൾ ഉള്ളിലേക്ക് നിങ്ങളെ പോയിട്ട് നിങ്ങൾക്ക് സച്ചിദാനന്ദ സ്വരൂപത്തിനെ അറിയാനുള്ള ശ്രമം നടത്തിയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോഴാണ് അയ്യപ്പൻ നിങ്ങളെ കാണുക. അല്ലാണ്ട് നമ്മളെന്ന് വെച്ചാല് പോയിട്ട് ജസ്റ്റ് രാവിലെ ഇവിടുന്ന് പോയി വൈകുന്നേരം അവിടെ എത്തി പമ്പയിൽ പോയി എന്താ പറയാ മാലയിട്ടു, മുകളിൽ പോയി പോലീസുകാരന് കാശ് കൊടുത്തു, എന്നിട്ട് അവിടെ പോയി കണ്ടു, ഒരു കാര്യമില്ല. അപ്പൊ ഇത് വേദാന്ത പ്രകാരം മനസ്സിലാക്കുക. ഇത് മണ്ഡലകാലം നമ്മൾ ആചരിക്കുക. അയ്യപ്പന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് പറയുന്നത്. നമുക്ക് ഇനിയിപ്പോ നിർത്താം. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കല് ഒരു 2-3 ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരു ലേഖനം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് അയച്ചുതരാം. അതിന്റെ ഫുള്ള് അയച്ചുതരാം. നിങ്ങൾക്ക് ജസ്റ്റ് താല്പര്യമുള്ളവർ അത് വായിക്കാം, അപ്പൊ കൂടുതൽ മനസ്സിലാവും.